ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇൻ റീപ്രൊഡക്ഷൻ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ്. മനുഷ്യൻ ഫേസ് ചെയ്യുന്ന ഒരു റീപ്രൊഡക്റ്റീവ് അബ്നോർമാലിറ്റിയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റിയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡേണായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ സെഷൻ ഫോക്കസ് ചെയ്യുന്നത്. ഇൻഫെർട്ടിലിറ്റി ലിറ്ററലി മീൻസ് ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ടു റീപ്രൊഡ്യൂസ്. കപ്പിൾസിന്, മെയിൽസിനും ഫീമെയിൽസിനും റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻകേപ്പബിലിറ്റിയെ ആണ് ഇൻഫെർട്ടിലിറ്റി സൂചിപ്പിക്കുന്നത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് മെയിൽസിലും ഫീമെയിൽസിലും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാറുണ്ട്. മെയിൽ ഇൻഫെർട്ടിലിറ്റി കോസസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഒന്നാമത്തെ കോസാണ് ഡിഫക്റ്റീവ് പ്രൊഡക്ഷൻ ഓഫ് സ്പേംസ്. ഇപ്പോൾ സ്പേംസ് പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാതെ ഇരിക്കുക. ചില കേസുകളിലൊക്കെ ആണെങ്കിൽ സെമനകത്ത് സ്പേംസ് ഒരിക്കലും ഉണ്ടാവത്തില്ല. എസൂസ്പേമിയ എന്ന് പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ചില ഇൻഡിവിജ്വൽസിൽ കാണാറുണ്ട്. ഒന്നെങ്കിൽ ഡിഫക്റ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പേം പ്രൊഡക്ഷൻ നടക്കാതെ ഇരിക്കുക. രണ്ട് കേസിലും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകും. ഇനി രണ്ടാമത്തേതാണ് ലോ കൗണ്ട് ഓഫ് സ്പേംസ്. മില്യൺസ് ഓഫ് സ്പേംസ് ഒരു ഇജാക്കുലേഷനിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏകദേശം 40% ഹൈ മോട്ടിലിറ്റിയും ഹൈ ഫങ്ഷണാലിറ്റിയുമുള്ള നോർമൽ സ്പേംസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ പ്രോപ്പറായിട്ടുള്ള ഫെർട്ടിലൈസേഷൻ നടക്കത്തുള്ളൂ. ചിലവരുടെ സ്പേം കൗണ്ട് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ നോർമൽ ആയിട്ടുള്ള സ്പേംസിൻ്റെ ഓവറോൾ നമ്പർ കുറവാകുമ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള സാധ്യത കുറയും. ഇനി അടുത്ത ഇൻഫെർട്ടിലിറ്റി കോസാണ് പുവർ മോട്ടിലിറ്റി ഓഫ് സ്പേംസ്. സ്പേംസ് ആണ് കൂടുതൽ ദൂരം സ്വിം ചെയ്ത് ഓവം ഇരിക്കുന്ന ആ പർട്ടിക്കുലർ റീജിയണിലേക്ക് എത്തേണ്ടത്. സ്പേംസിന് മോട്ടിലിറ്റി കൊടുക്കുന്നത് അതിൻ്റെ ഫ്ലജലവും മിഡിൽ പീസിൽ ആ ഫ്ലജലത്തെ പവർ ചെയ്യുന്ന മൈറ്റോകോൺട്രിയയും അതുപോലുള്ള സ്ട്രക്ചേഴ്സും ഒക്കെയാണ്. അപ്പം നോർമലായിട്ട് ഈ സ്ട്രക്ചേഴ്സ് ഒന്നും ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ സ്പേമിൻ്റെ മോട്ടിലിറ്റി അഫക്റ്റഡ് ആവും. അതൊരിക്കലും ഓവമുള്ള ആ പർട്ടിക്കുലർ റീജിയണിലെത്തി ഫെർട്ടിലൈസേഷൻ നടത്തത്തില്ല. അപ്പോൾ ഫെർട്ടിലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ പ്രോപ്പർ മോട്ടിലിറ്റി സ്പേംസിന് ഉണ്ടായിരിക്കണം. പിന്നെയുള്ളത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് കൊണ്ട് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നതാണ്. ഇനി ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി കോസസ് എന്തൊക്കെയാണെന്നുള്ളത് 1 by 1 ആയിട്ട് അനലൈസ് ചെയ്യാം. ഏറ്റവും വലിയ പ്രശ്നമാണ് ഡിഫക്റ്റീവ് ഓർ നോ ഓവുലേഷൻ. ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കാതെ വരിക. സ്പേം മെയിൽസിൽ ഡിഫക്റ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഫീമെയിൽസിലും ഓവുലേഷൻ പ്രോസസ്സ് ഡിഫക്റ്റീവായിട്ട് നടക്കാം. പീരിയഡ്സിൽ വ്യത്യാസമുണ്ടാകുക, അതുപോലെ തന്നെ പീരിയഡ്സിന് വലിയ ഒരു ഗ്യാപ്പ് ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, മെൻസ്ട്രുവൽ സൈക്കിളിൽ ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടാകുക, ഇതൊക്കെ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ മേജർ കോസസ് ആണ്. ഇനി രണ്ടാമത്തേതാണ് ട്യൂബൽ ബ്ലോക്സ്. ഫെർട്ടിലൈസേഷന് പിന്നെ ഫർദർ എംബ്രിയോജെനസിസും ഒക്കെ നടക്കണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന ഫലോപ്പിയൻ ട്യൂബ്സ് അല്ലെങ്കിൽ ഓവിഡക്സ് ഫീമെയിൽസിന് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ട്യൂബൽ ബ്ലോക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കത്തില്ല, പിന്നെ ഇംപ്ലാന്റേഷനും പ്രോപ്പറായിട്ട് നടക്കാതെ വരും. ഇനി അടുത്താണ് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് കൊണ്ട് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോർമലായിട്ട് വർക്ക് ചെയ്യാതെ വരുന്ന അവസ്ഥ. ഫീമെയിൽസ് ഫേസ് ചെയ്യുന്ന അടുത്ത ഏറ്റവും വലിയ പ്രശ്നം ഇൻഫെർട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത് ഹോർമോണൽ ഡിഫക്ട്സ് ആണ്. ഈ ഓവുലേഷൻ പ്രോസസ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഹോർമോൺസ് ആണ്. അപ്പോൾ ആ ഹോർമോൺസ് ഒക്കെ നോർമലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാതെ ഇരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നോർമലായിട്ട് വരാതെ ഇരിക്കുക, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കൂടും. പിന്നെയുള്ളത് യൂട്ടറൈൻ അബ്നോർമാലിറ്റീസ് ആണ്. യൂട്രസിലാണ് ഇംപ്ലാന്റേഷൻ പ്രോസസ്സ് നടന്ന് ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്നില്ല, അറ്റാച്ച്മെൻറ്റ് ബ്ലാസ്റ്റോസിസിൻ്റെ പ്രോപ്പറായിട്ടല്ല നടക്കുന്നത് എങ്കിൽ ഡെവലപ്മെൻറ്റ് അവിടെ അറസ്റ്റഡ് ആവും. അപ്പോൾ യൂട്രൈൻ വോളൊക്കെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യണം. അതിന് പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചറൽ ഫങ്ഷണൽ ആസ്പെക്ട്സ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഫീറ്റസ് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ.
അപ്പോൾ യൂട്രൈൻ അബ്നോർമാലിറ്റീസ് കൊണ്ടും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാം. ഇതൊക്കെയാണ് മെയിൽ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ മേജർ കോസസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സിനകത്ത് കൺവെൻഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, അതായത് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഓവുലേഷൻ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ സ്പേം കൗണ്ടിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രഗ്സ് കൊടുക്കുക, നോർമൽ ആയിട്ടുള്ള കൺവെൻഷണൽ മെഡിക്കേഷൻ, അങ്ങനെയുള്ള ടെക്നിക്സ് ഒന്നുമല്ല ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ആണ്, ആർട്ട് ടെക്നോളജീസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസിനകത്ത് വരുന്നതാണ് ഗിഫ്റ്റ്, ദാറ്റ് ഈസ് ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ, ദെൻ സിഫ്റ്റ്, സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ, ദെൻ IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഓർ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. അപ്പോൾ ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ആദ്യത്തേതാണ് ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ, GIFT, ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇവിടെ പ്രത്യേകത, ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഓവുലേഷൻ ഇൻഫെർട്ടിലിറ്റി ഉള്ള ഇൻഡിവിജ്വൽസിൽ പ്രൊമോട്ട് ചെയ്യുന്നു. അതിനുശേഷം എഗ്സും സ്പേംസും, പാർട്ട്നേഴ്സിൽ നിന്ന് എഗ്സും സ്പേംസും കളക്ട് ചെയ്യുന്നു. അത് ലാബോറട്ടറിയിൽ കൊണ്ടുവന്ന് അതിനെ മിക്സ് ചെയ്യുന്നു. ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിൽ ലാബോറട്ടറി കണ്ടീഷനിൽ മിക്സ് ചെയ്തിട്ട് തിരിച്ച് ഈ എഗ്സിനെയും സ്പേംസിനെയും ഫലോപ്പിയൻ ട്യൂബ്സിലേക്ക്, ഫീമെയിലിൻ്റെ പ്രോസ്പെക്റ്റീവ് മദറിൻ്റെ ഫലോപ്പിയൻ ട്യൂബ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ സംഭവിക്കാം. ഫെർട്ടിലൈസേഷൻ നടന്ന് നോർമലായിട്ട് ഇംപ്ലാന്റേഷൻ നടന്ന് ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്ക് GIFT, ഗിഫ്റ്റ് അല്ലെങ്കിൽ ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ ടെക്നിക്ക് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത് നോർമലായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഫലോപ്പിയൻ ട്യൂബെങ്കിലും ഉള്ള ഫീമെയിൽസിലാണ്. പേഷ്യൻസ് ഹാവിങ് അറ്റ്ലീസ്റ്റ് വൺ നോർമൽ ഫലോപ്പിയൻ ട്യൂബ് ക്യാൻ യൂസ് ദിസ് മെത്തേഡ്. അപ്പോൾ ഇവിടെ ഈ മെത്തേഡിൻ്റെ പ്രത്യേകത കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഗ്യാമേറ്റ്സ് ആണ്. മെയിൽ ഫീമെയിൽ ഗ്യാമേറ്റ്സിനെ ലാബോറട്ടറി കണ്ടീഷനിൽ മിക്സ് ചെയ്തിട്ട് ആ ഗ്യാമേറ്റ്സ് ആസച്ച് ഫലോപ്പിയൻ ട്യൂബ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ബോഡിക്കുള്ളിൽ വെച്ചിട്ട് തന്നെയാണ്, അല്ലാതെ ലാബോറട്ടറി കണ്ടീഷനിൽ വെച്ചിട്ടല്ല ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പാർട്ട്നേഴ്സിൽ നിന്ന് സ്പേമും ഓവവും കളക്ട് ചെയ്യുന്നു. അത് ലാബോറട്ടറി കണ്ടീഷനിൽ മിക്സ് ചെയ്യുന്നു. പക്ഷേ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഈ സ്പേം എഗ് മിക്സ്ചറിനെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഡിസ്റ്റൽ പോർഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ വെച്ചിട്ടാണ് സ്പേമും ഓവവും മീറ്റ് ചെയ്ത് നോർമലായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ആ പർട്ടിക്കുലർ പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ എൻഹാൻസ്ഡ് ആവും. അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. എംബ്രിയോജെനസിസ്, എർലി ക്ലീവേജസ് ഒക്കെ നടന്ന് ബ്ലാസ്റ്റോസിസ്റ്റ് ഡെവലപ്പ് ചെയ്യും. അത് യൂട്രസിൽ വന്ന് ഇംപ്ലാന്റ് ചെയ്യും. അപ്പോൾ ഈ ടെക്നിക്കിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഹിയർ ദ കൺസെപ്ഷൻ ഒക്കേഴ്സ് ഇൻ ദ ഹ്യൂമൻ ബോഡി ഇറ്റ് സെൽഫ്. ഫീമെയിലിൻ്റെ ബോഡിക്കുള്ളിൽ വെച്ചിട്ട് തന്നെയാണ് കൺസെപ്ഷൻ നടക്കുന്നത്. അതായത് ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത് ബോഡിക്കുള്ളിൽ വെച്ചിട്ടാണ്. ഈ സ്പേമിൻ്റെയും ഓവത്തിൻ്റെയും മീറ്റിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുള്ള ഘട്ടങ്ങളിലാണ് സാധാരണ രീതിയിൽ GIFT റെക്കമെൻഡ് ചെയ്യുന്നത്. ലാബോറട്ടറി കണ്ടീഷനിൽ മിക്സ് ചെയ്ത സ്പേമും ഓവവും ഫലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്പേമിന് സ്വിം ചെയ്ത് ഓവത്തിൻ്റെ അടുത്ത് നോർമലായിട്ട് എത്തേണ്ട ആവശ്യം വരുന്നില്ല. ഓൾറെഡി അവർ രണ്ടും ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ആണ്. അപ്പോൾ ഫലോപ്പിയൻ ട്യൂബിൽ ഇപ്പോൾ ട്രാൻസ്ഫർ ആയി കഴിയുമ്പോഴേക്കിന് അവിടെ വെച്ച് കൺസെപ്ഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാം. The endometrium will be more receptive to the embryo because of the greater time the embryo takes to reach the uterus. അപ്പോൾ ഇവിടെ ഫെർട്ടിലൈസേഷൻ നോർമലാണ്. പിന്നീട് ബാക്കി ക്ലീവേജസും ഏർലി എംബ്രിയോ സ്റ്റേജസും ഒക്കെ നോർമലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷന് ശേഷം കുറച്ച് സമയം
നടന്നതിന് ശേഷമാണ്, കുറേ സമയത്തിന് ശേഷമാണ് ഈ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്യൂട്ടബിൾ കണ്ടീഷൻസ് എല്ലാം യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൽ ഉണ്ടാകും. അതെല്ലാം ഇനീഷ്യേറ്റഡ് ആകും. ഇതെല്ലാം നോർമലായിട്ട് നടക്കും. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗ്യാമേറ്റ്സ് മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നതേ ഉള്ളൂ ആർട്ടിഫിഷ്യലായിട്ട് നടക്കുന്നുള്ളൂ. ബാക്കിയുള്ള പ്രോസസ്സ് ഇയർലി ക്ലീവേജസും ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഫോർമേഷനും ഇംപ്ലാന്റേഷനും ഒക്കെ നോർമലാണ്. അതുകൊണ്ട് എൻഡോമെട്രിയം എംബ്രിയോയ്ക്ക് കൂടുതൽ റിസെപ്റ്റീവ് ആണ്. ആ സ്റ്റേജുകളൊന്നും നമ്മൾ ഒരു രീതിയിലും മോഡിഫൈ ചെയ്യുന്നില്ല. ഇതാണ് ഗിഫ്റ്റ്. ഇനി അടുത്താണ് ZIFT, സൈഗോട്ട് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഗാമേറ്റ് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫറും സൈഗോട്ട് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫറും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഗ്യാമേറ്റ് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫറിൽ ഗ്യാമേറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫലോപ്പിയൻ ട്യൂബ്സിലേക്ക്. ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ് ആണ്. അതായത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓവുലേഷൻ എൻഹാൻസ്മെൻറ്റ്സ് ഡ്രഗ്സ് കൊടുക്കുന്നു മദറിൽ, പ്രൊസ്പെക്റ്റീവ് മദറിൽ. എന്നിട്ട് അവരുടെ ഓവ കളക്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഓവ മെയിൽ പാർട്ട്ണറിൻ്റെ സ്പേമുമായിട്ട് മിക്സ് ചെയ്യുന്നു ലാബോറട്ടറി കണ്ടീഷനിൽ, ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിൽ, ബോഡിയുടെ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിൽ മിക്സ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഫെർട്ടിലൈസേഷന് വിധേയമാക്കുന്നു, അല്ലെങ്കിൽ ആ ലാബോറട്ടറി കണ്ടീഷനിൽ വെച്ച് തന്നെ ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നു. അങ്ങനെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സൈഗോട്ട് ഈ ഫലോപ്പിയൻ ട്യൂബ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ മേജർ ഡിഫറൻസ് മനസ്സിലാക്കണം. മറ്റിടത്ത് GIFTക്കകത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഗ്യാമേറ്റ്സ് ആണ്. സ്പേമും ഓവവും മിക്സ് ചെയ്ത് ആ ഗ്യാമേറ്റ്സിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, സ്പേമും ഓവവും കൂടെ ലാബോറട്ടറി കണ്ടീഷനിൽ ഫെർട്ടിലൈസ് ചെയ്യാൻ അനുവദിക്കുകയാണ്. അങ്ങനെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സൈഗോട്ടിനെയാണ് ഫലോപ്പിയൻ ട്യൂബ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്കീമാറ്റിക് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓവറിയിൽ നിന്ന് ഈ ഓവുലേഷൻ എൻഹാൻസ്മെൻറ്റ് ഡ്രഗ്സ് ഒക്കെ കൊടുത്തിട്ട് എഗ്സ് ആസ്പിറേറ്റ് ചെയ്ത് എടുക്കുന്നു. എന്നിട്ട് സെമൻ സാമ്പിളിലേക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. പെട്രി ഡിഷിലുള്ള സെമൻ സാമ്പിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ലാബോറട്ടറി കണ്ടീഷനിൽ വെച്ചിട്ട് സ്പേമും ഓവവും കൂടെ ഫ്യൂസ് ചെയ്യുന്നു. സൈഗോട്ട് ഉണ്ടാകുന്നു. ആ സൈഗോട്ടിനെ തിരിച്ച് ഫലോപ്പിയൻ ട്യൂബിലേക്ക്, നോർമലായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഓവിഡക്റ്റിൻ്റെ ആ പർട്ടിക്കുലർ പോർഷനിലേക്ക്, ഡിസ്റ്റൽ പോർഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫെർട്ടിലൈസ്ഡ് എംബ്രിയോസ് ഓർ സൈഗോട്ട്സ് ആർ ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ഫലോപ്പിയൻ ട്യൂബ്സ്. ഇനി ഇംപ്ലാന്റേഷൻ പോലെയുള്ള, അതായത് അതുപോലെ തന്നെ എയർലി ക്ലീവേജസ്, ഇംപ്ലാന്റേഷന്, ഇതൊക്കെ നോർമലായിട്ട് തന്നെ നടക്കും. അപ്പോൾ ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. GIFTയും ZIFTയും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ്. അതുപോലെ തന്നെ ഇവിടെ IVFും കാണിച്ചിട്ടുണ്ട്. ഇൻ ഗിഫ്റ്റ്, eggs are removed from the woman's ovary mixed with the man's sperms and placed in the fallopian tube where fertilization occurs. For IVF and ZIFT, the egg is fertilized in a dish and is then placed in the uterus or the tube. അപ്പം ഗിഫ്റ്റിനകത്ത് നോക്കുക, അൺഫെർട്ടിലൈസ്ഡ് എഗ് സ്പെർം അതിനെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി ZIFTക്കകത്താണെങ്കിൽ, സ്വിഫ്റ്റിനകത്താണെങ്കിൽ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ലാബോറട്ടറി കണ്ടീഷനിൽ, ഫെർട്ടിലി ഡിഷിനകത്ത് ലാബോറട്ടറി കണ്ടീഷനകത്ത് ഫെർട്ടിലൈസ് ചെയ്ത എഗ്ഗിനെ ഫലോപ്പിയൻ ട്യൂബിലേക്ക്, ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സൈഗോട്ടിനെ, എയർലി എംബ്രിയോയെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിലാണെങ്കിൽ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫലോപ്പിയൻ ട്യൂബിലേക്കല്ല, യൂട്രസിലേക്കാണ്. അപ്പോൾ ആ അത്രയും നേരം ഇൻക്യുബേഷൻ കഴിഞ്ഞിട്ട്, അതായത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജിൽ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ലാബോറട്ടറി കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ IVFൽ ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ, എംബ്രിയോ ട്രാൻസ്ഫർ നടക്കത്തുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സൈഗോട്ട് തന്നെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ബാക്കിയുള്ള എംബ്രിയോജെനസിസ്, എർലി ക്ലീവേജസും ഫോർമേഷൻ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്, ദെൻ ഇംപ്ലാന്റേഷൻ, ഈ പ്രോസസ്സുകളെല്ലാം നോർമലായിട്ട് നടക്കും. ഇതാണ്
മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. IVF-നെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും മനസ്സിലാക്കിയെടുക്കാം. അതൊരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് തന്നെ പറയുന്നുണ്ട്. ZIFTയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മോർ സക്സസ്ഫുൾ ദാൻ GIFT ബിക്കോസ് ഫെർട്ടിലൈസ്ഡ് എഗ് ഈസ് ട്രാൻസ്ഫേർഡ്. അപ്പോൾ ഇത് ഗിഫ്റ്റിനേക്കാളും കുറച്ചുകൂടെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അതിനുള്ള കാരണം ഫെർട്ടിലൈസേഷൻ സ്റ്റെപ്പ് കൂടെ ലാബോറട്ടറി കണ്ടീഷനിൽ ചെയ്തിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ZIFTക്കകത്ത് ഇല്ല. ലാബോറട്ടറി കണ്ടീഷനിൽ ഫെർട്ടിലൈസേഷൻ സാധ്യമാകുന്നതുകൊണ്ട്. ഇനി അടുത്താണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം അല്ലെങ്കിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. പാട്രിക് സി സ്ട്രെപ്റ്റോ, റോബർട്ട് ജി എഡ്വേർഡ്സ് ഈ രണ്ട് ബയോളജിസ്റ്റുകളാണ് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളാണ് 1978 ഈ പർട്ടിക്കുലർ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്തത്. ലൂയിസ് ബ്രൗൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ സയൻറ്റിസ്റ്റുകളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലൂയിസ് ബ്രൗൺ എന്ന് പറയുന്ന ആ കുട്ടിയെയും ഇവിടെ കാണാൻ സാധിക്കും വിത്ത് ഹെയർ പേരൻസ്. അപ്പോൾ ഇത് നോബൽ പ്രൈസ് കിട്ടിയ ഒരു ടെക്നിക്കാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഓർ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ഈ പർട്ടിക്കുലർ മെത്തേഡ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. ഇത് നേരത്തെ പറഞ്ഞ മെത്തേഡ്സുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. Steps of IVF, in vitro fertilization. In vitro fertilization means here fertilization and early embryogenesis occurs outside the body of the female. പ്രോസ്പെക്റ്റീവ് മദറിൻ്റെ ബോഡിക്ക് വെളിയിൽ വെച്ചിട്ടാണ് ഈ ഫെർട്ടിലൈസേഷനും ഏർലി എംബ്രിയോജെനസിസും നടക്കുന്നത്. ഇൻ വിട്രോ ആണ് ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ്. അതുകൊണ്ടാണ് ഇതിനെ IVF ഓർ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പാണ് സ്റ്റിമുലേഷൻ ഓർ സൂപ്പർ ഓവുലേഷൻ. പ്രോസ്പെക്റ്റീവ് മദറിൻ്റെ ഓവറീസ് പല ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് സ്റ്റിമുലേറ്റഡ് ആക്കുന്നു. കൂടുതൽ ഓവ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഓവറിക്ക് അങ്ങനെ കൊടുക്കുന്നു, ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഈ ഡ്രഗ്സ് കൊടുത്ത് സൂപ്പർ ഓവുലേഷൻ നടന്ന് ഉണ്ടാവുന്ന എഗ്സിനെ സ്പെഷ്യൽ ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ചിട്ട് റിട്രീവ് ചെയ്യുന്നു, ഓവറിയിൽ നിന്ന് റിട്രീവ് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഇൻസെമിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ. അത് പാർട്ട്ണറിൻ്റെ സെമനുമായിട്ട് സ്പേംസുമായിട്ട് മിക്സ് ചെയ്യുന്നു, ഫെർട്ടിലൈസേഷന് വിധേയമാക്കുന്നു. ഇൻസെമിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ. ദെൻ അടുത്തതാണ് എംബ്രിയോ കൾച്ചർ. അങ്ങനെ ഉണ്ടാകുന്ന സൈഗോട്ടിനെ ക്ലിയർലി ക്ലീവേജസിന് വിധേയമാക്കുന്നു, അതിനെ ഡിവൈഡ് ചെയ്യാൻ അനുവദിക്കുന്നു, അതിൽ നിന്ന് എയർലി എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഇൻക്യുബേറ്റ് ചെയ്ത എംബ്രിയോയെ തിരിച്ച് യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അടുത്തതാണ് എംബ്രിയോ ട്രാൻസ്ഫർ. ഇതൊക്കെയാണ് IVFൻ്റെ മേജർ സ്റ്റെപ്സ്. സ്റ്റിമുലേഷൻ ഓർ സൂപ്പർ ഓവുലേഷൻ, then egg retrieval, insemination and fertilization, then embryo culture, then embryo transfer. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയെടുക്കാം. സ്റ്റിമുലേഷൻ ഓർ സൂപ്പർ ഓവുലേഷൻ. സെവറൽ മച്യൂർ എഗ്സ് ആർ ഇൻഡ്യൂസ്ഡ് ടു ഫോം ബൈ ഡ്രഗ്സ്. അപ്പോൾ ഓവുലേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഡ്രഗ്സ് കൊടുത്തിട്ട് ഓവറിയിൽ നിന്ന് പലതരത്തിലുള്ള ഓവ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേപ്പബിലിറ്റീസ് ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഇഷ്ടംപോലെ ഫോളിക്കിൾസ് റിട്രീവലിന് അവൈലബിൾ ആകും. മച്യൂർ ആയിട്ടുള്ള ഫോളിക്കിൾസ് ഇഷ്ടംപോലെ ഉണ്ടാകും. അതിൽ നിന്ന് സെക്കൻഡറി യൂസായിട്ട് കുറേയേറെ റിലീസ്ഡ് ആകും. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സൂപ്പർ ഓവുലേഷൻ. ഇനി അടുത്താണ് എഗ് റിട്രീവൽ. Through ultrasound imaging as a guide, eggs are sucked out using a thin needle from the ovary. ഇപ്പോൾ ഓവറിയിൽ നിന്ന് ഇങ്ങനെ സൂപ്പർ ഓവുലേഷൻ നടന്ന ഇൻഡിവിജ്വലിൻ്റെ ഓവറിയിൽ നിന്ന് അൾട്രാസൗണ്ട് ഇമേജിങ്, അൾട്രാസൗണ്ട് സ്കാനിൻ്റെ ഒരു ഗൈഡൻസിൽ അത് വെച്ച് കറസ്പോണ്ട് ചെയ്തിട്ട് ഒരു തിൻ നീഡിൽ ഉപയോഗിച്ചിട്ട് ഓവറിയിൽ നിന്ന് എഗ്സ് കളക്ട് ചെയ്യുന്നു, റിട്രീവ് ചെയ്യുന്നു. ദെൻ ഇങ്ങനെയുള്ള എഗ്സിനെ 4 to 24 hours ഒരു കൾച്ചർ മീഡിയത്തിനകത്ത് ഇൻക്യുബേറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഇൻസെമിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ. സെലക്റ്റഡ് എഗ്സ് ആർ
mixed with active sperms. അപ്പോൾ സ്പേംസും ഓവവും ആയിട്ട് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ സ്പേമിനെ ഓവവുമായിട്ട് മിക്സ് ചെയ്ത് അതിനെ ഫെർട്ടിലൈസേഷന് വിധേയമാക്കുന്നു, ഫെർട്ടിലൈസ് ചെയ്യാൻ അനുവദിക്കുന്നു. പെട്രി ഡിഷിൽ അല്ലെങ്കിൽ ലാബോറട്ടറി കണ്ടീഷനിൽ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന എംബ്രിയോയെ കൾച്ചർ ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്, എംബ്രിയോ കൾച്ചർ. വെൻ ദ ഫെർട്ടിലൈസ്ഡ് എഗ്സ് ഡിവൈഡ്സ് ഇറ്റ് ബിക്കംസ് ആൻ എംബ്രിയോ. ദ എംബ്രിയോ ഈസ് ഗ്രോൺ ഫോർ 2 to 3 days. അപ്പോൾ അങ്ങനെയുള്ള ഏർലി ഡിവിഷൻസ് ഒക്കെ നടന്ന എംബ്രിയോയെ ഒരു 2 to 3 ദിവസം വരെ കൾച്ചറിൽ വളർത്തുന്നു. ഇനി അടുത്ത സ്റ്റെപ്പാണ് എംബ്രിയോ ട്രാൻസ്ഫർ. ദ എംബ്രിയോസ് ആർ നൗ ട്രാൻസ്ഫേർഡ് ടു ദ യൂട്രസ്. യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, IVF-നകത്ത് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത് യൂട്രസിലേക്കാണ്, അല്ലെങ്കിൽ ആ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ആ പർട്ടിക്കുലർ ഏരിയയിലേക്കാണ് ട്രാൻസ്ഫർ നടത്തുന്നത്. ZIFT-ക്കകത്താണെങ്കിൽ സൈഗോട്ട് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫലോപ്പിയൻ ട്യൂബിലേക്ക് ആണ്. ഇംപ്ലാന്റേഷൻ നോർമലായിട്ട് നടക്കുകയാണെങ്കിൽ പ്രഗ്നൻസി സംഭവിക്കും, ആ ഫീറ്റസ് ഡെവലപ്പ് ചെയ്യും, അതൊരു കുഞ്ഞാവും. ഇതാണ് IVF-ന്റെ നോർമൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്സിനെയൊക്കെ ഒരു ഡയഗ്രാം ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പാണ് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ഫീമെയിലിൻ്റെ ഓവറിയെ ഹൈപ്പർ സ്റ്റിമുലേറ്റഡ് ആക്കുക, അതായത് സൂപ്പർ ഓവുലേഷനെ പ്രൊമോട്ട് ചെയ്യുക. മച്യൂർ ആയിട്ടുള്ള കുറേ ഏറെ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യും, കുറേ ഏറെ സെക്കൻഡറി ഊസൈറ്റ് റിലീസ് ചെയ്യും. ഇനി അതിനെ റിട്രീവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. എഗ്സിനെ റിട്രീവ് ചെയ്യുന്നു ഓവറിയിൽ നിന്ന്. അങ്ങനെ റിട്രീവ് ചെയ്ത എഗ്സും സ്പേംസും തമ്മിൽ മിക്സ് ചെയ്യാൻ അനുവദിക്കുന്നു. അതായത് സ്പേം പ്രിപ്പറേഷൻ, പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഫാദറിൽ നിന്ന് സ്പേം കളക്ട് ചെയ്തിട്ടുണ്ട്, ആ സ്പേമും ഓവയും പരസ്പരം മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു ലാബോറട്ടറിയിൽ തന്നെ. ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അങ്ങനെയുള്ള എംബ്രിയോയെ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. ഒരു 4-5 ദിവസത്തോളം ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം എംബ്രിയോയെ തിരിച്ച് യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ ഇംപ്ലാന്റേഷൻ നടന്ന് പ്രഗ്നൻസി ഉണ്ടാകാം. പ്രഗ്നൻസി ഇല്ലയോ എന്നുള്ളത് പിന്നീട് ടെസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഫർദർ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് IVF-ന്റെ സ്റ്റെപ്സ്. ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ, എഗ് റിട്രീവൽ, സ്പേം പ്രിപ്പറേഷൻ, ദെൻ കോ ഇൻക്യുബേഷൻ, എംബ്രിയോ ട്രാൻസ്ഫർ, ദെൻ മോണിറ്ററിംഗ് ഓഫ് ദി പ്രഗ്നൻസി. അപ്പോൾ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസിനകത്ത് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത് GIFT, ZIFT ആൻഡ് IVF, ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം.